ഗോപാൽപൂർ എന്നു പേരുള്ള ഗ്രാമമുണ്ടായിരുന്നു. അവിടെ അർജുൻ തന്റെ ഭാര്യ ചന്ദ പിന്നെ മകന്റെ കൂടെ ജീവിച്ചിരുന്നു. ഗ്രാമാന്തരങ്ങൾ തോറും നടന്ന് കൊട്ട വ്യാപാരം ചെയ്തു വരികയായിരുന്നു. അതേ ഗ്രാമത്തിൽ തന്നെയാണ് അർജുന്റെ ചേട്ടൻ വിക്രമും ജീവിച്ചിരുന്നത്. അദ്ദേഹം ഗ്രാമത്തിൽ കുടയുടെ വ്യാപാരമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അർജുനന്റെ വ്യവസായം നല്ല രീതിയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കടുത്ത ദാരിദ്ര്യത്തിലുമായിരുന്നു. നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ. വീട്ടിലെ എല്ലാ സാധനങ്ങളും തീർന്നുപോയി. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ 2 നേരത്തേക്കുള്ള ഭക്ഷണം പോലും ഇല്ല. എത്ര നാൾ നമ്മൾ ഇങ്ങനെ ജീവിക്കും? ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴുള്ള ജനങ്ങൾക്കൊക്കെ പ്ലാസ്റ്റിക്കിൽ കൂടെയാണ് ഇഷ്ടമുള്ളത്. ആരും നമ്മളുണ്ടാക്കുന്ന കൂടെ ആർക്കും വാങ്ങാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടനോട് പോയി ഒരു സഹായം ചോദിച്ചാൽ എന്താ? അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാ പാടങ്ങളും കൃഷിയും എല്ലാം അവർ തന്നെയല്ലേ നോക്കുന്നത്? മാത്രമല്ല ഇപ്പോ വലിയൊരു കുട വ്യവസായവും ചെയ്യുന്നു. ഹാ, നീയും പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ എന്റെ ചേട്ടനടുത്ത് പോയിട്ട് സഹായം ചോദിച്ചു നോക്കാം. വിക്രമിനോട് സഹായം ചോദിക്കാനായി അർജുൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ചേട്ടാ നമസ്കാരം. എല്ലാരും എങ്ങനെയുണ്ട്? ചേട്ടത്തി എങ്ങനെയുണ്ട്? എല്ലാരും വളരെ നന്നായിട്ടുണ്ട്. ശരി പറയൂ, നീ എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അത് പിന്നെ ചേട്ടാ, എന്റെ കുടുംബം മുഴുവൻ കഷ്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് എന്തെങ്കിലും പണം സഹായിക്കാൻ പറ്റും ചോദിക്കാൻ വന്നത്. എന്നെ കൊണ്ട് നിനക്ക് ഞാൻ ഒരു സഹായം ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും എന്റെ കുടുംബത്തെയൊക്കെ നോക്കണ്ടേ. എന്നെ കൊണ്ട് നിനക്ക് ഞാൻ ഒരു സഹായം ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് പോയിക്കോ. ചേട്ടാ, അച്ഛൻ സ്വത്ത് സ്ഥലം എല്ലാം കൊടുത്തിട്ട് പോയിരുന്നു. അതെല്ലാവും നിങ്ങൾ എന്റെ അടുത്തുനിന്ന് പിടിച്ചു വാങ്ങി. എന്നാൽ നിങ്ങൾക്ക് എനിക്കൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റില്ലേ? നീ എന്തിനാ ഈ ഒരേ കാര്യം എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരി പോയിക്കോ. ഞാൻ നിനക്ക് ഇനി ഒരു സഹായം ചെയ്യാൻ പോകുന്നില്ല. മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. ഇനിയാണ് എന്റെ കൊടേന്റെ വ്യാപാരം തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ദയവായിട്ട് എന്നെ വിട്ടിട്ട് ഇവിടുന്ന് നീ മര്യാദയ്ക്ക് പോയിക്കണം. അർജുൻ വളരെയധികം ദുഃഖത്തോടെ വിക്രമിന്റെ വീട് വിട്ടുപോയി. അദ്ദേഹം തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ ചന്ദ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പറ്റിയത്? നിങ്ങൾക്ക് എന്താ മുഖത്ത് ഇത്ര സങ്കടം? വിക്രം ചേട്ടൻ നമ്മളെ സഹായിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അയാളുടെ അടുത്ത് കുറെ പൈസയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നമ്മളെ കുടുംബത്തിനെ നോക്കിയിട്ട് സഹായിക്കാൻ പറ്റില്ലേ? ശരി വിട്, ഞാൻ ഇപ്പൊ തന്നെ വേറെ ഗ്രാമത്തിലേക്ക് പോയിട്ട് ഈ കൂട വിൽക്കാൻ നോക്കാം. ഒരു പക്ഷേ ദൂരത്തിലുള്ള ഗ്രാമത്തില് ഇപ്പോഴും ഈ കൂട ആരെങ്കിലും വാങ്ങാനുണ്ടാവല്ലോ. അങ്ങനെയാണോ? ശരി. അർജുൻ കൊട്ടകൾ മുഴുവനും തലയിൽ വെച്ച് തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ആരെങ്കിലും തന്റെ കൊട്ടകൾ വാങ്ങുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഗ്രാമത്തോറും നടന്ന് അദ്ദേഹം തന്റെ കൊട്ടകൾ വിൽക്കാൻ ശ്രമിച്ചു. കൂട വാങ്ങിച്ചോളൂ, കൈകൊണ്ട് ഉണ്ടാക്കിയ കൂട നിങ്ങൾ വന്ന് വാങ്ങിച്ചോളൂ. ചേട്ടാ ഒന്ന് നിൽക്ക്. എന്താ കൂടയുടെ വില? അത് വെറും 20 രൂപയേ ഉള്ളൂ. 20 രൂപയോ? ഈ കൂടയ്ക്ക് ഇത് വളരെ അധികമാണ്. 10 രൂപയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ തന്നാ മതി, ഇല്ലെങ്കിൽ വേണ്ട. ശരി, എടുത്തോളൂ. അർജുൻ ആ കൊട്ട 10 രൂപയ്ക്ക് വിറ്റു. എന്നിട്ട് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഗ്രാമത്തിൽ മഴ പെയ്യാൻ ആരംഭിച്ചു. ഇന്ന് വരും 2 കൂട മാത്രമേ വിറ്റിട്ടുള്ളൂ. ഇപ്പോഴീ മഴയും നേരത്തിന് മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അർജുൻ ആ കുട്ടകൾ മുഴുവൻ തന്റെ തലയിൽ കുട പോലെ മറച്ചുവെച്ച് വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ എന്ത് പറഞ്ഞാലും ശരി, ഈ കൂടയിൽ നിന്ന് വെള്ളം ഒന്നുപോലും പുറത്തു പോകുന്നില്ലല്ലോ. നല്ല കൂട തന്നെ. വരുന്ന വഴിക്ക് കുറച്ച് നായകൾ മഴ നനഞ്ഞു നിൽക്കുന്നത് അർജുൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ തലയിൽ നിന്ന് മഴ നനയാൻ വേണ്ടി രക്ഷിക്കാൻ കൂടെയുണ്ട്. പക്ഷെ ഇവന്മാർ രക്ഷിക്കാൻ ഒന്നുമില്ലല്ലോ. നമ്മൾ ഇതിനു വേണ്ടി മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അർജുൻ വലിയൊരു കൊട്ടയുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് അതിന് നടുവിൽ വലിയൊരു വടി കുത്തിവെച്ചു. അപ്പോഴാണ് അത് ഭൂമിയിൽ തറച്ചു വെക്കാൻ പറ്റുകയുള്ളൂ. അതിന്റെ പണി കഴിഞ്ഞ ഉടനെ തന്നെ അർജുൻ പുറത്തേക്ക് വന്ന് ആ കുട്ടയെ ഒരു കുട പോലെ വഴിയിൽ പ്രതിഷ്ഠിച്ചു. ഇനി എപ്പോഴും ഈ ഗ്രാമത്തിൽ മഴ വന്നാലും ഗ്രാമത്തിലുള്ള നായ്ക്കൾക്കൊക്കെ ഈ കുടയിൽ നിന്ന് നിൽക്കാം. നല്ല കാര്യം തന്നെ. പിറ്റേ ദിവസം ഗ്രാമത്തിൽ വളരെ വലിയ തോതിൽ മഴ പെയ്തു. നായകളെല്ലാം ആ കുടയ്ക്ക് കീഴിൽ അഭയം പ്രാപിച്ചു. അതേ സമയത്ത് തന്നെ പഴങ്ങൾ വ്യാപാരം ചെയ്യുന്ന ഒരു വൃദ്ധൻ തന്റെ ഉന്തുവണ്ടിയുമായി ആ വഴിക്ക് വരികയായിരുന്നു. വേഗത്തിൽ കാറ്റ് വീശിയത് കാരണം അവരുടെ കുട പാറിപ്പോയി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഞാൻ എത്ര വില കൂടിയുള്ള കൊടയാണ് വാങ്ങിയിരിക്കുന്നത് എന്റെ ഈ തള്ളു വണ്ടിക്ക്. പക്ഷെ അത് കാറ്റിൽ പറന്ന് കാറ്റോടങ്ങ് പോയല്ലോ. പക്ഷെ ഇത് കണ്ടില്ലേ, ഈ നായ്ക്കളൊക്കെ ഈ കൂടിനുള്ളിൽ വളരെ ഭംഗിയായിട്ടുണ്ട്, സുരക്ഷിതമായിട്ട്. അതുമാത്രമല്ലാതെ ഈ കൊട വന്നിട്ട് കാറ്റ് തൂക്കിക്കൊണ്ടുപോയില്ലല്ലോ. പഴക്കച്ചവടക്കാരൻ തന്റെ ഉന്തുവണ്ടിക്ക് വേണ്ടി ഒരു കുട്ടക്കൊട ഉണ്ടാക്കുന്ന ആളെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അന്വേഷിച്ച് അവർ അർജുന്റെ വീട്ടിലേക്ക് എത്തി.
ദേ നോക്കൂ, നിങ്ങളാണോ ആ കൂട പോലെയുള്ളത് കുട ഉണ്ടാക്കിയിട്ട് നായ്ക്കിന് വേണ്ടി നിങ്ങൾ വെച്ചിരിക്കുന്നത്? അതെ, അത് ഞാൻ തന്നെയാണ്. പറയൂ, എന്താണ് കാര്യം? അതേപോലെ ഒരു കുട തന്നെ നിങ്ങൾ എനിക്കും ചെയ്തു കൊടുക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ മുഴുവൻ നിങ്ങളെ ഗ്രാമത്തിൽ തപ്പിക്കൊണ്ടിരുന്നത്. വേഗം തന്നെ മഴക്കാലം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ എന്റെ കുടയൊന്നും കാറ്റിൽ പറക്കാൻ പാടില്ല. ഒരു പക്ഷേ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ കുടയെ ഉണ്ടാക്കി തന്നേക്കാം. നിങ്ങളൊന്നും വിഷമിക്കണ്ട. അർജുൻ ആ പഴക്കച്ചവടക്കാരന് കൊട്ടയുടെ കുട ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിന് സന്തോഷമായി. അപ്പോൾ അർജുനന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, "ദാ ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ ഗ്രാമത്തിലെ കച്ചവടക്കാരെല്ലാം നിങ്ങളോട് കുട ഉണ്ടാക്കി കൊടുക്കാൻ പറയുകയാ. എന്തുകൊണ്ടാ മറ്റുള്ളവർക്കും അങ്ങനെ കുടയുണ്ടാക്കി കൊടുത്തുകൂടാ? ആലോചിക്കൂ." നീ വളരെ നല്ലൊരു ഐഡിയ ആണല്ലോ തന്നിരിക്കുന്നത്. അർജുൻ മറ്റുള്ളവർക്ക് വേണ്ടിയും കൊട്ടയുടെ കുടയുണ്ടാക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങൾക്കും കുറഞ്ഞ പൈസയ്ക്ക് അദ്ദേഹം കുട ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും അർജുനെ കൊട്ടക്കുടക്കാരൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ചന്ത, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം നന്നായിട്ട് മനസ്സിലായത്. എന്താ ഇത്? വെറും അധ്വാനം കൊണ്ട് മാത്രം നമുക്ക് ജോലിയിൽ ഉണ്ടാവില്ല. അതിന്റെ കൂടെ ചേർത്തിട്ട് നമ്മുടെ ബുദ്ധിയെ നന്നായിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ പറയുന്നത് സത്യമാണ്. അത് തന്നെയാണ് നമ്മളെ ഇങ്ങനെ മാറ്റിയത്. നമ്മളും ഇനി മുതൽ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണമെന്ന്. അതായത് നിങ്ങൾ ഈ കൊട്ടക്കുടകൾ ഉണ്ടാക്കിയതുപോലെ. മറ്റൊരു വശത്ത് വിക്രം തന്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്റെ വേലക്കാരൻ ജീക്കുവിനെ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു. എടാ ജിഗു, നീ എവിടെയാ ഉള്ളത്? ഒന്ന് വേം വാ. സാർ, ദേ വന്നു. പറയൂ, എന്താണ് കാര്യം? ഈ മാസം നമ്മൾ എത്ര കൊടയാണ് വിറ്റിരിക്കുന്നത്? സാർ, ഈ മാസം കൊടന്റെ വ്യാപാരം വളരെ കുറവായിട്ടുണ്ട്. അതായത് വെറും 10 കൊട പോലും വിറ്റിട്ടില്ല. അതെങ്ങനെ നടക്കും? മഴക്കാലം തുടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷേ കൊടകൾ വിൽക്കാതിരിക്കുന്നുണ്ടോ? എന്തായിരുന്നു നമ്മുടെ കൊടകൾ എന്താ വിൽക്കാത്തത് ജിഗു? സാർ, നിങ്ങളുടെ അനിയൻ അർജുനല്ലേ, അയാള് കൂടെയോട് ഉണ്ടാക്കുന്ന കൊട ഗ്രാമത്തിൽ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും അയാൾ വിൽക്കുന്ന കൊടയാണ് സാറേ വാങ്ങുന്നത്. നീ ഈ കാര്യങ്ങളൊക്കെ എന്താ ഇത്രയും വൈകിട്ട് പറയുന്നത്? നീ ഒരു പണിക്കും പ്രയോജനമില്ല ജിഗോ. വിക്രം അർജുന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. ചേട്ടാ, നിങ്ങളോ? കുറെ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇരിക്കൂ. ഞാനൊന്നും ഇരിക്കാവുന്നതല്ല. ഞാൻ നിന്റെ അടുത്ത് ഏത് കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നീ എപ്പോ തൊട്ട് ഈ കൂടകൾ കൊണ്ട് കൊടയൊക്കെ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? എന്റെ വ്യാപാരം വല്ലാതെ മന്ദമായിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ചേട്ടനായിട്ട് ഞാൻ പറയാം, നിന്റെ വ്യാപാരം നീ ഇവിടെ നിർത്തണം. മനസ്സിലായോ? ഇന്നാണോ നിങ്ങൾക്ക് ഓർമ്മ വന്നത് ഞാൻ നിങ്ങളുടെ അനിയനാണെന്ന്? എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ കാശില്ലെത്തപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്താണ് സഹായം ചോദിക്കാൻ വന്നിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടില്ലേ ഞാൻ നിങ്ങളുടെ അനിയനാണെന്ന്? ഞാനിപ്പോൾ നിങ്ങൾക്ക് വളരെ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ ചേട്ടാ. ഒരു പക്ഷേ അന്ന് നിങ്ങൾ എന്നെ സഹായം ചെയ്തിട്ടുണ്ടെങ്കിലേ ഒരു പക്ഷേ എന്നെ കൊണ്ട് ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് സ്നേഹത്തോടെ പറയാനാ വിചാരിച്ചത്. ഇതിനു ശേഷം എന്താ സംഭവിക്കുന്നെന്ന് എനിക്കറിയില്ല. വിക്രം തന്റെ ഓഫീസിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് തന്റെ വേലക്കാരൻ ജീക്കുവിനെ വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ശരി, പറയൂ. നമ്മളെടുത്ത കൊടേന്റെ വ്യാപാരം ആവാൻ വേണ്ടി നിന്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വേഗം ഒന്ന് പറ. ഈ നേരത്തിൽ അദ്ദേഹത്തിനെ നേരിട്ടായിട്ട് വിജയിക്കാൻ വേണ്ടി നമുക്കൊരു വഴിയുമില്ല. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അയാൾ ചെയ്യുന്ന കൊടയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. എനിക്കും അതേപോലെ തന്നെ തോന്നുന്നത്. ഒരു പക്ഷേ അയാളെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ വഴിയേ തോന്നുള്ളൂ. അപ്പോൾ അവരെന്നെ അങ്ങ് തോറ്റുപോകും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്ക്. ഞാൻ എങ്ങനെ പറയുന്നോ നീ അതുപോലെ തന്നെ ചെയ്യണം. രാത്രി സമയമായ ഉടനെ തന്നെ ജഗ്ഗു ഗ്രാമത്തിലെ ജനങ്ങൾ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന കുടകൾ എടുത്തു. വിക്രമാണെങ്കിലോ അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. നീ ഇങ്ങോട്ട് വരില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ നിനക്ക് ഇത്ര കൊടകളെ കിട്ടിയിട്ടുള്ളൂ.
അതെ സാർ, എനിക്ക് എത്ര അവിടെ കിട്ടിയിട്ടുണ്ടോ അത്രയും ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? നീ മര്യാദയ്ക്ക് എന്നോട് കൂടെ വന്നാൽ മാത്രം മതി. വിക്രമും ജഗ്ഗുവും രണ്ടുപേരും അർജുന്റെ കടയിലേക്ക് പോയി. ജഗ്ഗു എടുത്തുകൊണ്ടുവന്ന എല്ലാ കുടകളും വിക്രം അർജുന്റെ കടയ്ക്ക് പുറത്ത് വച്ചു. മനസ്സിലായി, എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി മുതലാളി. ഇപ്പോൾ നിങ്ങൾ ഇവന്റെ കടയ്ക്ക് തീയല്ലേ വെക്കാൻ പോകുന്നത്? പറഞ്ഞത് വളരെ ശരിയാണ് ജഗ്ഗു. നമ്മളെ ഗ്രാമത്തിലുള്ളവരുടെ എല്ലാ കുടയും നമ്മൾ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവന്റെ കടയെ അങ്ങ് എരിച്ചേക്കാം. ഇനിയാണെങ്കിൽ മഴക്കാലം വരാൻ പോവുകയാണ്. ഇവൻ പുതിയ കുട ഉണ്ടാക്കുന്നുള്ളില്ലേ, അതിനുശേഷം തന്നെ ഈ കാലം തന്നെ കടന്നു പോകും. പിന്നെ ജനങ്ങൾ എൻ്റെ അടുത്ത് കുടകൾ വാങ്ങാനും തുടങ്ങും. പിന്നെ ഈ അർജുന്റെ പേരും കെട്ടുപോകും. ഇവന്റെ അടുത്ത് കുട വാങ്ങുന്ന പകരം ജനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്താണ് വന്ന് വാങ്ങിക്കുക. വാവ് മുതലാളി, വാവ്, നിങ്ങളുടെ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. രണ്ടുപേരും ഈ ഐഡിയ ആലോചിച്ച് ഒരുപാട് സന്തോഷിച്ചു. അപ്പോഴാണ് കുറെ നായ്ക്കൾ വന്ന് അവരെ കണ്ട് വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങിയത്. നായ്ക്കളുടെ കുരച്ചിൽ കേട്ട് അർജുൻ വേഗം ഓടി വന്നു. ചേട്ടാ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? പിന്നെ ഈ കുടകളൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിനും എനിക്കും ഒരു സംബന്ധമില്ല. നിങ്ങളുടെ ചേട്ടനാണ് പറഞ്ഞത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. വിക്രം തന്റെ എല്ലാ തെറ്റുകളും സമ്മതിച്ചു. അപ്പോൾ അർജുൻ എന്താണ് പറഞ്ഞതെന്നോ? ചേട്ടാ, നിങ്ങൾ സഹായം ചെയ്യാനും സഹായം ചോദിക്കാനും രണ്ട് കാര്യം നിങ്ങൾ തീർച്ചയായും പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ എന്നെ കണ്ടതല്ലേ, ഇന്ന് ആ പട്ടികളാണ് എന്നെ രക്ഷിച്ചത്. ഒരു ദിവസം യുവമാരൊക്കെ ഞാൻ ഒരു മഴയിലാണ് രക്ഷിച്ചത്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് മാത്രമേ നടക്കുള്ളൂ. എന്നോട് ക്ഷമിക്കുക അർജുൻ, ഞാൻ ചെയ്തത് വളരെ തെറ്റ് തന്നെയാണ്. എന്റെ കുട വ്യാപാരം അധികമാണെന്നാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഒരു കുഴപ്പമില്ല ചേട്ടാ, ഞാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടെ കുടകൾ ഉണ്ടാക്കി തന്നേക്കാം. അത് വെച്ചിട്ട് നിങ്ങളുടെ കടയിൽ നിങ്ങൾ വിറ്റോളൂ. ഇത് കേട്ടതും വിക്രമിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അതിനുശേഷം സഹായം ചോദിക്കാൻ അദ്ദേഹം മറന്നില്ല. സഹായം ചെയ്യാനും അദ്ദേഹം ഒരിക്കലും മടിച്ചില്ല.